കെ സുധാകരൻ്റെ പേര് ആരാണ് വെട്ടിയത്? കെ സുധാകരൻ ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡിന് പൂർണ്ണമായും കീഴടങ്ങി. ഞാൻ കോൺഗ്രസ് പ്രവർത്തകനായി തുടരും, ഒരു പാർട്ടിയിലേക്കും പോകുന്നില്ല, സ്വതന്ത്രനായി മത്സരിക്കില്ല, കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനങ്ങൾ അംഗീകരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും പുകയുന്നുണ്ട് അകത്ത്. കെ സുധാകരൻ അങ്ങനെയാണ്. കൊണ്ടാൽ അതിന് കൃത്യം തിരിച്ചടി നൽകിയിരിക്കും. തിരിച്ചടി എന്താണ് എന്നൊക്കെ കണ്ണൂരിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. പക്ഷേ അതിനു മുമ്പ് ആരാണ്, എന്തിനാണ് കെ സുധാകരനെ വെട്ടിയത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. വെട്ടിയത് മറ്റാരുമല്ല, അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് സണ്ണി ജോസഫ് തന്നെയാണ്, KPCC പ്രസിഡന്റ്. അത് നേരത്തെ മനസ്സിലാക്കിയിരുന്നു കോൺഗ്രസ് പ്രവർത്തകരും കെ സുധാകരനും. അതുകൊണ്ടാണ് സണ്ണി ജോസഫിനെതിരെ പ്രകടനം നടന്നത്. അതുകൊണ്ടാണ് സണ്ണി ജോസഫിന്റെ പോസ്റ്ററിന് മുകളിൽ സുധാകരന്റെ അനുയായികൾ പോസ്റ്റർ ഒട്ടിച്ചത്, സണ്ണി ജോസഫിനെ വിമർശിച്ചുകൊണ്ട് പ്രകടനം നടത്തിയത്, സണ്ണി ജോസഫിനെതിരെ മുദ്രാവാക്യം വിളി വന്നത്. ഇതെല്ലാം കൃത്യമായും ആസൂത്രണം ചെയ്തത് കെ സുധാകരൻ തന്നെയായിരുന്നു. എന്തുകൊണ്ട്? സണ്ണി ജോസഫ് തന്നെയാണ്, ഞാൻ വളർത്തിക്കൊണ്ടുവന്ന സണ്ണി ജോസഫ് തന്നെയാണ് തനിക്ക് പാരവെച്ചത് എന്ന്. അങ്ങനെ പാരവെക്കാൻ സണ്ണി ജോസഫിന് ഒരു കാരണമുണ്ടാകണമല്ലോ. എന്താണത്? സംശയമില്ല, മന്ത്രിസ്ഥാനം തന്നെയാണ്. UDF ജയിച്ചാൽ കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുന്നു, പേരാവൂരിൽ സണ്ണി ജോസഫ് മത്സരിക്കുന്നു, UDF ജയിക്കുന്നു എന്ന് വെക്കാം. അപ്പോൾ കണ്ണൂരിൽ നിന്ന് ഒരു മന്ത്രി വരും. ആരായിരിക്കും മന്ത്രി? KPCC പ്രസിഡന്റായ സണ്ണി ജോസഫ് വരുമോ, കെ സുധാകരൻ വരുമോ? ഒരു സംശയവുമില്ല, കെ സുധാകരനായിരിക്കും മന്ത്രി. കെ സുധാകരനെ മന്ത്രിയാക്കിയില്ലെങ്കിൽ കെ സുധാകരൻ പ്രതിഷേധിക്കും. അത് കോൺഗ്രസിന് വലിയ തലവേദനയാകും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. അതുകൊണ്ട് ആ തലവേദന ഇപ്പോഴേ വെട്ടണം. അതിനുവേണ്ടിയാണ് സണ്ണി ജോസഫ് മുന്നിട്ടിറങ്ങിയത്, കെ സുധാകരന് സീറ്റ് കൊടുക്കാതിരുന്നത്. കെ സുധാകരന് സീറ്റ് നൽകണമെന്ന് AK ആന്റണി ആവശ്യപ്പെട്ടിരുന്നു. ഹൈക്കമാൻഡിനും അതിനോട് യോജിപ്പായിരുന്നു. പക്ഷേ അവസാന നിമിഷം അത് വെട്ടിപ്പോയി. അത് സണ്ണി ജോസഫിൻ്റെയും VD സതീശിൻ്റെയും ഇടപെടലിനെ തുടർന്നാണ്. VD സതീശൻ അവിടെയും പതിവ് പല്ലവി തന്നെ ആവർത്തിച്ചു. നേതൃസ്ഥാനത്ത് നിന്ന്, പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് ഞാൻ ഒഴിയും, നിങ്ങൾ നടത്തിക്കോ തെരഞ്ഞെടുപ്പ്, ഞാനില്ല എന്ന് പറഞ്ഞ് ഒരു തവണ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു VD സതീശൻ എന്ന വാർത്തകൾ ദില്ലിയിൽ നിന്ന് വരികയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഉറപ്പിച്ചു പറയാം, VD സതീശനും കൂടിയുണ്ട് പിറകിൽ. എന്നാൽ സുധാകരനെ വെട്ടിയതിൽ ഒന്നാം സ്ഥാനത്ത് സണ്ണി ജോസഫ് തന്നെയാണ്. അതിൻ്റെ ഏറ്റവും നല്ല ഗുണം ലഭിക്കുക സണ്ണി ജോസഫിന് തന്നെയാണ്. പക്ഷേ സണ്ണി ജോസഫ് പേരാവൂരിൽ ജയിക്കണം. കെ സുധാകരനെ പിണക്കി സണ്ണി ജോസഫിന് പേരാവൂരിൽ ജയിക്കാൻ കഴിയുമോ എന്ന വലിയ ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതിന് ഉത്തരം കെ സുധാകരൻ തന്നെ പറയട്ടെ. മറ്റൊരാൾ സ്വാഭാവികമായും VD സതീശനാണ്. നേരത്തെ പറഞ്ഞു, VD സതീശനും കെ സുധാകരനും തമ്മിലുള്ള തർക്കം ഇന്ന് തുടങ്ങിയതല്ല. കെ സുധാകരൻ KPCC പ്രസിഡന്റായി വന്ന ആദ്യഘട്ടത്തിൽ വലിയ യോജിപ്പായിരുന്നു രണ്ടുപേരും തമ്മിൽ. പക്ഷേ മെല്ലെ മെല്ലെ ആ യോജിപ്പ് മാറി മാറി വരികയും അത് വിയോജിപ്പിലേക്ക് എത്തുകയും അത് പരസ്പരം ശത്രുതയായി മാറുകയും ചെയ്തു. അത് നാം കണ്ടതാണ്. പരസ്പരം തെറി വിളിക്കുന്ന ഇടം വരെ ആ ശത്രുത എത്തിയിരുന്നു. അവസാനം KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റാൻ തെരഞ്ഞെടുപ്പുകൾ തുടങ്ങി VD സതീശൻ. ഒരു ഘട്ടത്തിൽ കെ സുധാകരൻ അത് മനസ്സിലാക്കുകയും ഒരിക്കലും രാജിവെക്കില്ല എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ VD സതീശൻ തന്റെ പതിവ് തുരുപ്പിച്ചിട്ട് പുറത്തെടുത്തു, നേതൃസ്ഥാനത്ത് നിന്ന് ഞാൻ ഒഴിയാം, ഒന്നുകിൽ കെ സുധാകരൻ അല്ലെങ്കിൽ ഞാൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത്, രണ്ടുപേരും പറ്റില്ല, ഒരാൾ മതി, രണ്ടുപേർക്കും യോജിച്ചു പോകാൻ കഴിയുന്നില്ല എന്ന അവസ്ഥ വന്നപ്പോൾ ഹൈക്കമാൻഡിന് മുന്നിൽ മറ്റു വഴികളില്ലായിരുന്നു. അങ്ങനെയാണ് കെ സുധാകരനെ മാറ്റിയത്. കെ സുധാകരന് അതിൽ വലിയ പ്രതിഷേധവും അമർഷവും ഉണ്ടായിരുന്നു. അന്ന് കെ സുധാകരന് നൽകിയ വാഗ്ദാനങ്ങൾ, ഉറപ്പുകൾ ഹൈക്കമാൻഡ് പാലിച്ചില്ല എന്നതാണ് ഇപ്പോൾ കെ സുധാകരനെ വല്ലാതെ വേദനിപ്പിച്ചത്. അതും പുകയുന്നുണ്ട് കെ സുധാകരന്റെ മനസ്സിൽ. എന്ന് വെച്ചാൽ കെ സുധാകരനെ വെട്ടാൻ മുന്നിൽ നിന്ന രണ്ടുപേർ, ഒന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫാണ്, മറ്റൊന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. അങ്ങനെ വെട്ടി താഴെ വീണാലും കെ സുധാകരൻ കാത്തിരിക്കും പക വീട്ടാൻ. ആ പക വീട്ടലായിരിക്കുമോ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നതേ ഇനി അറിയാനുള്ളൂ. VD സതീശനെ എന്തു തന്നെയായാലും മുഖ്യമന്ത്രിയാക്കില്ല എന്ന ഉഗ്ര ശബ്ദമെടുത്തിട്ടുണ്ട് കെ സുധാകരൻ എന്നാണ് കെ സുധാകരനോട് അടുപ്പമുള്ളവർ പറയുന്നത്. എന്ന് വെച്ചാൽ ഒരുങ്ങിയിരിക്കുകയാണ് കെ സുധാകരൻ എന്നർത്ഥം.